ദാണ്ടെ ഈ കാണുന്ന അബ്ദുൾ സലാം നല്ല വേഷവിധാനങ്ങളും ഒരു തൊപ്പിയൊക്കെ വെച്ച് നല്ലപോലെ ഒരുങ്ങി ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാമായ കഥ. അതായത് ഒരു തട്ടിപ്പിന്റെ കഥ. മലയാളികളെ ഒന്നടങ്കം, മലയാളികളൊന്നുമല്ല, ഇസ്ലാം മതവിശ്വാസികളെ ഒന്നടങ്കം പറ്റിച്ച ഒരു കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. വേറൊന്നുമല്ല, അൽ മുക്താദ് ജ്വല്ലറിയും 1001 കള്ളന്മാരും എന്നേ പറയാൻ പറ്റൂ ഈ ഒരു കഥയുടെ പേര്. അതെ, ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ച് പലിശ വാങ്ങുന്നത് അവർക്ക് ഹറാമാണ്. അതുകൊണ്ട് തന്നെ അവർ ആരും പലിശ വാങ്ങുന്നില്ല എന്നൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു ജ്വല്ലറി ഒരു സ്കീം അവതരിപ്പിച്ചു. അതായത്, നിങ്ങൾ എനിക്ക് നിക്ഷേപം തരൂ, ഞാൻ നിങ്ങൾക്ക് മാസം 2500 രൂപയോളം ലാഭം തരാം എന്ന രീതിയിൽ. അതായത് ഇദ്ദേഹത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് 0% മേക്കിംഗ് ചാർജിൽ ഓർണമെന്റ്സ് കസ്റ്റമേഴ്സിന് കൊടുക്കൂ എന്നതായിരുന്നു ഇദ്ദേഹത്തിന്റെ മുഖമുദ്ര. പക്ഷെ ഇദ്ദേഹം അങ്ങനെ കൊടുത്തിട്ടുണ്ടോ? ഒരു പണിക്കൂലി വാങ്ങാതെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ, ഒരു ഓർണമെന്റ്സ് പണിയുന്നതിന് പോലും ഇദ്ദേഹത്തിന്റെ പക്ഷം പണിക്കൂലി ആവശ്യമില്ല. കാരണം എങ്ങനെയാണ് ആവിയിൽ നിന്ന് ഉണ്ടായെടുക്കും ഒരു ഓർണമെന്റ്സ്? അതായത് നിങ്ങൾക്ക് സ്വർണമൊക്കെ ഇറക്കുമതി ചെയ്യും. ഓ, അപ്പം അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. നിങ്ങൾക്ക് പറയുന്ന നിങ്ങൾ 30 ജ്വല്ലറി ഷോറൂം ഉണ്ടെന്നല്ലേ, പക്ഷെ ഇപ്പോൾ നിങ്ങൾ പേജിൽ തന്നെ കൊടുത്തേക്കുന്നുണ്ടോ 14 ഷോറൂംസേ ഉള്ളൂ നിങ്ങൾക്ക്. പിന്നെ കൂടാതെ തന്നെ ഒരു മൈനിങ് കേന്ദ്രം കൂടെ ഉണ്ടെന്ന്. എവിടുന്നാണ് നിങ്ങൾ ഓർണമെന്റ്സ് മൈനിങ് ചെയ്യുന്നത്? ഓർണമെന്റ്സ് അല്ല, സോറി, എവിടുന്നാണ് നിങ്ങൾ ഗോൾഡ് മൈനിങ് ചെയ്യുന്നത്? തുറന്നു പറയണം മിസ്റ്റർ. എവിടുന്നാണ് നിങ്ങൾ മൈനിങ് സ്റ്റാർട്ട് ചെയ്തത്? ഏത് രാജ്യത്താണ് നിങ്ങളെ മൈനിങ് കേന്ദ്രം ഇരിക്കുന്നത്? നിങ്ങൾക്ക് എവിടുന്നാണ് ഗനി കിട്ടിയത്? പറയാമോ? തുറന്നു പറയാൻ സാധിക്കുമോ നിങ്ങൾക്ക്? പിന്നെ എന്തിനാണ് ഈ വെണ്ടയ്ക്ക വലിപ്പത്തിൽ 1 മൈനിങ് സെന്റർ എന്ന് പറഞ്ഞേക്കുന്നത്? 1 മെൽറ്റിംഗ് സെന്റർ എന്ന് പറയാം, 2 പണിശാലകളുണ്ട് എന്ന് പറയാം, 2 ഓർണമെന്റ്സ് മേക്കിംഗ് സെന്റർ ഉണ്ട്, അതൊക്കെ ഓക്കെ. ഈ മൈനിങ് സെന്റർ നിങ്ങൾക്ക് എവിടെയാണുള്ളത്? ഇതൊക്കെ വെച്ച് മുൻകൂറായി വെച്ചുകൊണ്ട് തന്നെ ആൾക്കാരെ പറ്റിച്ച് നിക്ഷേപങ്ങൾ സ്വീകരിച്ച് കടന്നു കളയാനായിരുന്നു താങ്കളുടെ പ്ലാൻ. പക്ഷേ ഒരു ഇൻകം ടാക്സ് റെയ്ഡ് സംഭവിച്ചു കഴിഞ്ഞു നിങ്ങളുടെ സ്ഥാപനത്തിൽ. അതിനുശേഷം നീണ്ട ഒരു 6-7 മാസത്തോളം നിങ്ങൾ ഷോപ്പുകൾ അടച്ചിട്ടിരുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? നിങ്ങൾ നേരായ രീതിയിലാണ് ബിസിനസ് നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഷോപ്പുകൾ അടച്ചിടേണ്ടി വരത്തില്ല. പക്ഷെ നിങ്ങൾ ഷോപ്പുകൾ അടച്ചിട്ടു. ഇസ്ലാം മതത്തിൽ നിന്ന് തന്നെയുള്ള പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് തന്റെ ഷോപ്പിലേക്ക് ആൾക്കാരെ അദ്ദേഹം ചേർക്കുകയാണ് ചെയ്തത്. ഓരോ ഷോപ്പ് ഉദ്ഘാടനത്തിനും ഓരോ ഇമാമിനെ കൊണ്ടുവരുന്നു. ദുബായിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നുള്ള വിശുദ്ധരായ ആൾക്കാരെ കൊണ്ടുവന്ന് നിർത്തുന്നു. എന്നിട്ട് ആൾക്കാരെ മുന്നിൽ താങ്കൾ കബളിപ്പിക്കപ്പെടുകയാണ് എന്നൊരു തോന്നൽ പോലും ഉണ്ടാക്കാത്ത രീതിയിൽ അവരെ താങ്കൾ പറ്റിച്ചു എന്ന് ഞാൻ തുറന്നു പറയേണ്ടി വരും. കാരണം 1,02,500 രൂപയാണ് താങ്കൾ പലിശയായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. പലിശയല്ല, ഹറാം, ലാഭമായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന, ഒരു ബാങ്ക് പോലും കൊടുക്കാത്ത, ഒരു ദേശസാൽകൃത ബാങ്കോ പ്രൈവറ്റ് ബാങ്കോ ഒരു സ്ഥാപനം പോലും കൊടുക്കാത്ത രീതിയിലുള്ള ലാഭമാണ് നിങ്ങൾ കൊടുത്തത്. നിങ്ങൾക്ക് അതിനുള്ള ഫണ്ട് എവിടുന്ന് വന്നു? ഒരിടത്തുനിന്ന് ഫണ്ട് സ്വീകരിച്ച് മറ്റൊരിടത്ത് റോൾ ചെയ്യുകയായിരുന്നില്ലേ താങ്കളുടെ പരിപാടി? ഇൻകം ടാക്സ് റെയ്ഡ് താങ്കൾ തന്നെ മനഃപൂർവ്വം വിളിച്ചു വരുത്തിയതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അല്ലെന്ന് പറയാൻ പറ്റുമോ? ആ ഒരു റെയ്ഡിന്റെ മറവിൽ മറ്റുള്ളവരെ കബളിപ്പിക്കാൻ വേണ്ടി താങ്കൾ ഒരു മറയാക്കപ്പെട്ടില്ലേ? തീർച്ചയായും സാധാരണക്കാരുടെ ആൾക്കാരുടെ ഇടയിൽ നിന്നും, അതും ഇസ്ലാം മതവിശ്വാസികളുടെ ഇടയിൽ നിന്നും അവരെ താങ്കൾ മനഃപൂർവ്വം പറ്റിക്കുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾക്ക് അത് ഒരിക്കലും അല്ല എന്ന് പറയാൻ സാധിക്കത്തില്ല. ഒരിക്കലും സാധിക്കത്തില്ല. പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് പാമരന്മാരെ നശിപ്പിച്ച കഥ. അത്രേ ഉള്ളൂ, അത്രേ പറയാനുള്ളൂ താങ്കൾ ഈ തട്ടിപ്പിനെ പറ്റി.